ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ടല്ലേ. ഈ ഒരു ചാപ്റ്റർ പഠിച്ചെടുക്കാൻ ആവശ്യമായ കുറച്ച് ബേസിക് ആയ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നോക്കിയാലോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ലീനിയർ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാരിയബിളും അതിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റും കൂടെ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററും ചേർന്ന് കഴിഞ്ഞാൽ കിട്ടുന്നതിനെയാണ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഒരു വാരിയബിൾ വേണം, ഒരു കോൺസ്റ്റന്റ് വേണം, മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ വേണം. ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഏതും ആവാട്ടോ, പ്ലസ് ആവാം, മൈനസ് ആവാം, മൾട്ടിപ്ലിക്കേഷൻ ആവാം, ഡിവിഷൻ ആവാം. അപ്പൊ ഇതൊരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ്. ഈ ഒരു എക്സ്പ്രഷനിൽ രണ്ട് ടേംസുകൾ വന്നതുകൊണ്ട് നമ്മൾക്ക് എന്തെന്ന് പറയാം, ഇതൊരു ബൈനോമിയൽ ആണ് എന്ന് പറയാം. ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ രണ്ട് ടേംസ്. ഇനി ഒരു ടേം മാത്രമേ ഉള്ളൂ എങ്കിലോ മോണോമിയൽ എന്ന് പറയാം. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ട്രൈനോമിയൽ എന്ന് പറയാം. കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിനോമിയൽ. ഓക്കെ, കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിനോമിയൽ. ഇനി ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, എക്സിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. എക്സിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് 1 ആണ്. സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ പോളിനോമിയൽ. ഇനി ഇതിന് വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. x² + 5x + 2. ഇവിടെ എക്സിന്റെ ഏറ്റവും വലിയ പവർ ഏതാന്ന് നിങ്ങൾ നോക്കിയേ. എക്സിന്റെ പവർ 2 ഉണ്ട്, എക്സിന് 1 ഉണ്ട്. അപ്പൊ എക്സിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ഇവിടെ 2 ആയതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഓക്കെ, എക്സിന്റെ ഏറ്റവും വലിയ പവർ ആണ് 2, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഈ ഏറ്റവും വലിയ പവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഗ്രി. ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷനിൽ എക്സിന്, അതായത് വേരിയബിളിന്റെ ഏറ്റവും വലിയ പവർ ഏതാണോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഗ്രി. ഡിഗ്രി 2 ആണെങ്കിൽ അതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. ഡിഗ്രി 3 ആണെങ്കിൽ അതൊരു ക്യൂബിക് പോളിനോമിയൽ ആണ്. ഡിഗ്രി 1 ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ പോളിനോമിയൽ. ഇനി എൻ്റെ ഒരു സംശയമാണ്, ഡിഗ്രി 0 ആണെങ്കിൽ അതിനെന്ത് പേരാണ് വിളിക്കുക എന്ന്. ഓക്കെ, നമ്മുടെ നിഞ്ച ബാച്ചിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ ഉത്തരം അറിയാം. നമ്മളുടെ വേരിയബിളിന്റെ ഏറ്റവും വലിയ പവർ 0 ആണെങ്കിൽ ആ ഒരു പോളിനോമിയലിനെ നമുക്കൊരു പേരിട്ട് വിളിക്കാനുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴത്ത് കമന്റ് ആയിട്ട് പറയാം. ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളുടെ ക്ലാസ്സുകളൊക്കെ കാണാനായിട്ട് എത്രയും പെട്ടെന്ന് നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാം.